അടുക്കളത്തോട്ടത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കോവലിനെ കുറിച്ചാണ് പറയാനുള്ളത്. എല്ലാ വീടുകളിലും സാധാരണ വളർത്തുന്ന ഒരു പച്ചക്കറി ഇനമാണ് കോവൽ. കോവയ്ക്ക ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. കോവയ്ക്ക എല്ലാ പ്രായത്തിലുള്ളവർക്കും ഇഷ്ടമാണ് പൊതുവെ. കോവയ്ക്ക പച്ചയ്ക്കും തിന്നാൻ കൊള്ളാം, കുറച്ചൊക്കെ പച്ചയ്ക്ക് പറിച്ച് കഴിക്കുന്നവരുണ്ട്. കോവൽ തോട്ടത്തിലൂടെ നടന്നു പോകുമ്പോൾ ചെറുപ്പകാലങ്ങളിലൊക്കെ ചുമ്മാ കോവയ്ക്ക പറിച്ച് തിന്നുന്നത് കണ്ടിട്ടുണ്ട്. ചിലർക്ക് ഈ കോവലിൻ്റെ പഴം ഇഷ്ടമാണ്. വീട്ടിലൊക്കെ വലിയ പന്തലിട്ട് വലിയ കോവലൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ വലിയ കാകൾ പഴുത്ത് നിൽക്കുമ്പോൾ കോവയ്ക്ക പറിച്ച് തിന്നുന്നവരെയും കണ്ടിട്ടുണ്ട്. ഒത്തിരി ഔഷധ ഗുണങ്ങളും ഒക്കെ ഉള്ളതാണ് കോവൽ. കോവലിൻ്റെ ഇല തന്നെ തോരൻ വയ്ക്കാനും കോവലിൻ്റെ ഇലയിട്ട് വെള്ളം കുടിക്കാനും ഒക്കെ നല്ലതാണ്. പൊതുവേ ഈ പഞ്ചസാരയുടെ അളവ്, ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് നല്ല ഒരു ഔഷധമായിട്ട് നാട്ടുവൈദ്യത്തിൽ കോവലിനെ പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ രോഗങ്ങൾ, തൊലിപ്പുറത്തുണ്ടാകുന്ന സ്കിൻ ഡിസീസസ്, ചെറിയ ചർമ്മ രോഗങ്ങൾക്ക് ഒക്കെയും ഫലപ്രദമായിട്ട് ഇത് ചികിത്സിക്കാറുണ്ട്. അതുപോലെ തന്നെ കോവയ്ക്ക കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ഷുഗറിൻ്റെ അളവ് കുറയും. അതുകൊണ്ട് ഈ ഡയബറ്റിക് പേഷ്യൻസിനും പഞ്ചസാരയുടെ അളവ് കൂടുതൽ ഉള്ള ശരീരപ്രകൃതി ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പച്ചക്കറിയാണ് കോവൽ. ഇത് പല ഇനങ്ങളുണ്ട്. ചെറിയ കോവയ്ക്ക ഉണ്ട്, വലിയ കോവയ്ക്ക ഉണ്ട്, വണ്ണമുള്ള കോവയ്ക്ക ഉണ്ട്, അതുപോലെ തന്നെ വണ്ണം കുറഞ്ഞിട്ട് നീളമുള്ള കോവലുണ്ട്. അപ്പോൾ ഇത് കിളിർപ്പിക്കാൻ എളുപ്പമാണ്. നമ്മൾ തണ്ട് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കിളുത്ത് വരുന്നതാണ്. എല്ലാ വീട്ടിലും ഒന്നോ രണ്ടോ കോവലുള്ളത് നമ്മുടെ പച്ചക്കറിക്ക് ക്ഷാമമില്ലാതെ, അത് മറ്റു കറികളിലും ഒന്നിച്ച് ഒറ്റയായിട്ടും മറ്റു കറികളിൽ ചേർത്തും ഉപയോഗിക്കാൻ പറ്റിയ ഒരു പച്ചക്കറി.